ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സുധീഷ് രാഘവൻ. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺഅക്കാദമിയിൽ കേരള PSCയുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ്. ഈ പ്ലാറ്റ്ഫോമിൽ 37ഓളം കോഴ്സുകളും 550ഓളം ലെസൺസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ലഭ്യമാവുന്നതാണ്. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്നും അൺഅക്കാദമി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം സുധീഷ് രാഘവൻ എന്ന പേരിലുള്ള ഈ പ്രൊഫൈൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവും. ഓരോ കോഴ്സുകളും കാണുന്നതോടൊപ്പം തന്നെ റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാ കൂട്ടുകാർക്കും PSC 360യിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ സയൻസിലെ ഫിസിക്സുമായി ബന്ധപ്പെട്ട ഏതാനും ചില മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഷോർട്ട് നോട്ട്സുമാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഈ ക്ലാസ്സുകൾ കാണുക. കാരണം ഈ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ ജനറൽ സയൻസിൽ നിന്നുള്ള 10 ചോദ്യങ്ങൾ വളരെ വ്യത്യസ്തങ്ങളായിട്ടാണ് ചോദിച്ചത്. കുറച്ച് ആലോചിച്ച് ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷകളിൽ റാങ്ക് നിശ്ചയിക്കുന്ന ചോദ്യങ്ങളാവുന്നത്. അപ്പോൾ അതുപോലെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അതിലെ സയൻസിലെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PSC 360യുടെ സയൻസ് ക്ലാസ്സുകളിൽ ഒന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിസിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദീകരണങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ എർത്ത്സ് സർഫസ് ഈസ് ഓപ്ഷൻസ് 2.4 km/s, 4.2 m/s, 11.2 km/s, 11.2 m/s. ഈ ഒരു ചോദ്യം വളരെ അധികം തവണ PSC ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് എന്താണ്? ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയുമാണ്. ഇതിൽ ഒന്നിൽ km/s എന്ന് കൊടുത്തിട്ടുണ്ട്, മറ്റു ഓപ്ഷനിൽ m/s എന്ന് കൊടുത്തിട്ടുണ്ട്. ചോദ്യം എസ്കേപ്പ് വെലോസിറ്റിയാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. കാരണം എസ്കേപ്പ് വെലോസിറ്റി എല്ലായ്പ്പോഴും km/s നമ്മൾ പറയാറുള്ളത്. അപ്പോൾ സംശയം വന്നത് ഇതാണ്, വെലോസിറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ വെലോസിറ്റി m/s എന്നുള്ള യൂണിറ്റിലാണ് പറയാറുള്ളത്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് km/s കാര്യം ഉറപ്പിച്ചു വയ്ക്കുക. ഇങ്ങനെയുള്ള അറിയാവുന്ന ഉത്തരമായിരുന്നിട്ട് പോലും, അതായത് 11.2 എന്നുള്ള കാര്യം നമുക്കറിയാം, എന്നിട്ട് പോലും ഉത്തരങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഓപ്ഷനുകൾ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ 11.2 km/s ആണ് എസ്കേപ്പ് വെലോസിറ്റി. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി അഥവാ പാലായന പ്രവേഗം എന്ന് മലയാളത്തിൽ പറയും. പാലായന പ്രവേഗം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഇനി പാലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ പലർക്കും സംശയമുണ്ടാകും, എന്താണ് ഈ പാലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി? പേരിൽ തന്നെയുണ്ട്, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭൂമിക്ക് മാത്രമല്ല മറ്റു ഗ്രഹങ്ങൾക്കും മറ്റു ആകാശഗോളങ്ങൾക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ് എസ്കേപ്പ് വെലോസിറ്റി. ഏതെങ്കിലും ഒരു ആകാശഗോളം എടുക്കുക, സങ്കല്പിക്കുക. ഇതിൽ ഈ ഒരു ഗോളത്തിന്, ഇത് ഭൂമിയായാലും ചന്ദ്രനായാലും മറ്റ് ഗ്രഹങ്ങളായാലും, ഈ ഒരു ഗോളത്തിന് ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്. ആ ഗുരുത്വാകർഷണ ബലം സ്വാധീനിക്കുന്ന ഒരു മണ്ഡലം അതിന് ചുറ്റുമുണ്ടാകും. അതിൻ്റെ ഗുരുത്വാകർഷണ പ്രഭാവം അനുഭവപ്പെടുന്ന ഒരു മണ്ഡലം. അപ്പോൾ അതിന് പുറത്ത് എത്തിയാൽ മാത്രമേ അതിൻ്റെ ആഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ സ്വാധീനത്തിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് പുറത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്രഹത്തിൽ നിന്നും സഞ്ചരിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ റോക്കറ്റ് വിക്ഷേപിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗ്രഹത്തിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട്, ആ ഒരു ഗുരുത്വാകർഷണ മേഖലയിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് നമ്മൾ എത്ര വെലോസിറ്റിയിലാണ് ചുരുങ്ങിയത് സഞ്ചരിക്കേണ്ടത്? അതാണ് എസ്കേപ്പ് വെലോസിറ്റി. അതായത് ഒരു ഗോളത്തിൻ്റെ ആകർഷണ വലയത്തിൽ നിന്നും പുറത്ത് കടക്കുന്നതിന് അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യുന്നതിന്, രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാലായനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേണ്ട ഏറ്റവും കുറഞ്ഞ മിനിമം വെലോസിറ്റി എന്ന് പറയുന്നതാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഭൂമിയാണെങ്കിൽ ഇത്
ഭൂമിയാണെങ്കിൽ 1 സെക്കൻഡിൽ 11.2 കിലോമീറ്റർ എന്ന നിരക്കിൽ സഞ്ചരിക്കണം. അപ്പോൾ ഈ റോക്കറ്റ് ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന റോക്കറ്റ് ബഹിരാകാശത്തേക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ ബഹിരാകാശം കടന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഭൂമിയുടെ ആകർഷണ വലയം കടന്ന് പുറത്ത് കടക്കണമെങ്കിൽ ചുരുങ്ങിയത് 1 സെക്കൻഡിൽ 11.2 കിലോമീറ്റർ എങ്കിലും വേഗതയിൽ ഈ റോക്കറ്റ് സഞ്ചരിക്കണം. അതാണ് ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി. മറ്റെല്ലാ ഗ്രഹങ്ങളിലും ഇതുപോലെ തന്നെയാണ്. ഈ വാല്യൂ മാത്രം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. കൂടുതൽ ഗുരുത്വാകർഷണമുള്ള ഗ്രഹങ്ങൾക്ക് കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി ആയിരിക്കും. ഉദാഹരണം, ഹയസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി ജൂപ്പിറ്ററിലാണ്. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ എസ്കേപ്പ് വെലോസിറ്റി അഥവാ പാലായന പ്രവേഗമുള്ള ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. വ്യാഴം അഥവാ ജൂപ്പിറ്റർ 60 കിലോമീറ്റർ പെർ സെക്കൻഡോളം അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്. ഒരു സെക്കൻഡിൽ 60 കിലോമീറ്റർ ദൂരത്തിലെങ്കിലും സഞ്ചരിച്ചാലേ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഏറ്റവും കുറവ് ലോവസ്റ്റ് എസ്കേപ്പ് വെലോസിറ്റി ആണെന്ന് ചോദിച്ചാൽ മെർക്കുറി അഥവാ ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. അതുപോലെ വ്യാഴം ഏറ്റവും വലുതാണ്, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗുരുത്വാകർഷണ ബലം അതുപോലെ തന്നെയാണ്. ഏറ്റവും കുറവ് ഗുരുത്വാകർഷണ ബലമുള്ള ഗ്രഹം മെർക്കുറി അഥവാ ബുധനാണ്. അതിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി 4.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമ്മുടെ ചന്ദ്രൻ, ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രൻ്റെ എസ്കേപ്പ് വെലോസിറ്റി ഇടയ്ക്ക് ചോദ്യം വരാറുണ്ട്. 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്, വളരെ കുറവാണ്. 2.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതലും ഏറ്റവും കുറവും ഏതാണെന്ന് ഓർത്തു വയ്ക്കുക. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റിയാണ് കൂടുതൽ തവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ആ വാല്യൂ എന്ന് പറയുന്നത് 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്നുള്ള ആ ലോജിക്ക് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാളും ആ ലോജിക്ക് എന്താണെന്ന് ഉള്ള കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് നിങ്ങൾക്ക് എളുപ്പമായിട്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നും. അടുത്തത്, അനിമോമീറ്റർ മെഷേഴ്സ് ഡാഷ്. ഒരു ഉപകരണത്തിൻ്റെ പേരാണ് തന്നിട്ടുള്ളത്. അത് എന്ത് അളക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം. അനിമോമീറ്റർ എന്ന ഉപകരണം എന്ത് അളക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: ഹ്യൂമിഡിറ്റി ഓഫ് എയർ, സ്പീഡ് ഓഫ് വിൻഡ്, ഡെപ്ത് ഓഫ് സീ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സ്പീഡ് ഓഫ് വിൻഡ്, കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് എന്ത്? അനിമോമീറ്റർ. അനിമോമീറ്റർ എന്ന ഉപകരണം കാറ്റിൻ്റെ വേഗത അളക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അന്തരീക്ഷത്തിലെ ഹ്യൂമിഡിറ്റി, ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് അന്തരീക്ഷത്തിലെ ആപേക്ഷിക ആർദ്രത അളക്കുന്നത്. ഡെപ്ത് ഓഫ് ദ സീ, ഫാത്തോമീറ്റർ, അതുപോലെ എക്കോ സൗണ്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് ആഴമളക്കുന്നുണ്ട്. അതുപോലെ സോണാർ എന്നുള്ള ഉപകരണവും ഉപയോഗിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നമുക്കറിയാം. ബാരോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് അന്തരീക്ഷത്തിലെ മർദ്ദം അളക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപകരണങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഇൻസ്ട്രുമെൻറ്റ്സ്. ഹ്യൂമിഡിറ്റി ഓഫ് എയർ, ഹൈഗ്രോമീറ്റർ, ആപേക്ഷിക ആർദ്രത, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം. ആപേക്ഷിക ആർദ്രത എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിൻ്റെ അളവ്, നീരാവിയുടെ അളവാണ് ആർദ്രത. അത് ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. അപ്പോൾ അത് അളക്കാനായിട്ടുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ. ഇനി സംശയം വരാവുന്ന മറ്റൊരു ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത, സ്പെസിഫിക് ഡെൻസിറ്റി, അത് അളക്കുന്നതിനാണ് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. ഹൈഡ്രോമീറ്ററും മാറിപ്പോരുത്. ഹ്യൂമിഡിറ്റി അളക്കുന്നത് ഹൈഗ്രോമീറ്റർ ആണ്. G ആണ് ഇവിടെ വരുന്നത്, ഓർത്ത് വയ്ക്കുക. ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമുള്ളൂ, ഉപകരണങ്ങൾ വ്യത്യസ്തമാണ്. ഡെപ്ത് ഓഫ് സീ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഡെപ്ത് ഓഫ് സീ ഓപ്ഷനിലുണ്ടായിരുന്നത് തന്നെയാണ്. ഫാത്തോമീറ്റർ, എക്കോ സൗണ്ടർ, ഈ രണ്ട് ഉപകരണങ്ങളും കടലിൻ്റെ ആഴമളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. കടലിൻ്റെ ആഴമളക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഫാത്തം എന്ന് പറയുന്നത്. സമുദ്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ്, അളവാണ്, ആഴത്തിനൊരു യൂണിറ്റാണ്. എക്കോ സൗണ്ടർ അതുപോലെ തന്നെയാണ്. അതുപോലെ സോണാർ എന്നുള്ള ഉപകരണം അടിത്തട്ടിലെ മത്സ്യക്കൂട്ടങ്ങളുടെ സാന്നിധ്യമൊക്കെ അറിയാനായിട്ട് ഉപയോഗിക്കും. അതുപയോഗിച്ചും ആഴം കണക്കാക്കാനായിട്ട് സാധിക്കും. ഫാത്തോമീറ്റർ, എക്കോ സൗണ്ടർ.
അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമ്മൾ പറഞ്ഞതാണ് ബാരോമീറ്റർ. കണ്ടെത്തിയത് ആരാണെന്ന് ചോദ്യം വരാറുണ്ട്. ടോറിസെല്ലിയാണ് ബാരോമീറ്റർ കണ്ടെത്തിയത്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ലിക്വിഡ്സ് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. വെഞ്ചുറി മീറ്റർ എന്നാണ് അതിന് പറയുന്നത്. ലിക്വിഡിന്റെ ദ്രാവകങ്ങളുടെ ഒഴുക്ക് അളക്കുന്ന ഒരു ഉപകരണമാണ് വെഞ്ചുറി മീറ്റർ. ടു മെഷർ ദ സ്പീഡ് ഓഫ് എ മൂവിങ് വെഹിക്കിൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിന്റെ വേഗത നമ്മൾ തത്സമയം അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്പീഡോമീറ്റർ. ഇനി അതേ വാഹനത്തിൽ തന്നെ എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയുന്നതിന് വേണ്ടി ടു റെക്കോർഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വെഹിക്കിൾ ഓഡോമീറ്റർ, അത് സഞ്ചരിച്ച ദൂരമാണ് കാണിക്കുന്നത്. സ്പീഡോമീറ്റർ നമ്മൾ ലൈവായിട്ട് തന്നെ എത്ര വേഗതയിലാണ് വാഹനം സഞ്ചരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അപ്പോൾ സ്പീഡോമീറ്ററും ഓഡോമീറ്ററും വ്യത്യസ്തമാണ്, അതും ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, എ സഡൻ fall in the barometer reading indicates. ഓപ്ഷൻസ് ഫെയർ വെതർ, റെയിൻ, സ്റ്റോം, എക്സ്ട്രീം കോൾഡ്. ബാരോമീറ്റർ റീഡിങ്ങിൽ പെട്ടെന്നൊരു താഴ്ച ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. സാധാരണ മെർക്കുറി ബാരോമീറ്ററുകളിൽ മെർക്കുറിയുടെ ആ അളവ് പെട്ടെന്ന് താഴ്ന്നു. ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് നല്ല കാലാവസ്ഥ, ഫെയർ വെതർ, അതുപോലെ മഴ, കൊടുങ്കാറ്റ്, ശൈത്യം, അതിശൈത്യം, അതൊക്കെയാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായിട്ട് വരുന്ന ഉത്തരം. സ്റ്റോം അഥവാ കൊടുങ്കാറ്റ്. കൊടുങ്കാറ്റാണ് ബാരോമീറ്റർ റീഡിങ് പെട്ടെന്ന് താഴ്ന്നാൽ അത് സൂചിപ്പിക്കുന്നത്. ബാരോമീറ്റർ റീഡിങ് പെട്ടെന്ന് താഴ്ച സൂചിപ്പിക്കുന്നത് കൊടുങ്കാറ്റിനെയാണ്, അതായത് സ്റ്റോമിനെയാണ്. കാരണം ബാരോമീറ്റർ റീഡിങ്ങിൽ അന്തരീക്ഷ മർദ്ദത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്രദേശത്തെ മർദ്ദം തീരെ താഴ്ന്നു പോവുകയാണെങ്കിൽ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും അതിൻ്റെ വായു മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് പ്രവഹിക്കും. അതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ താഴ്ന്നിട്ടുണ്ടെങ്കിൽ വളരെ ശക്തിയേറിയ വാതക പ്രവാഹം ഉണ്ടാവും. അപ്പോൾ അത് കൊടുങ്കാറ്റിന് സൂചനയാണ്. അപ്പോൾ ബാരോമീറ്റർ റീഡിങ് പെട്ടെന്ന് താഴ്ന്നാൽ അത് കൊടുങ്കാറ്റിൻ്റെ സൂചനയാണെന്ന് ഓർത്തു വയ്ക്കുക. കൊടുങ്കാറ്റ്, സ്റ്റോം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ബാരോമീറ്റർ ടു മെഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഡിസ്കവേർഡ് ബൈ ടോറിസെല്ലി. ഇനി ബാരോമീറ്റർ റീഡിങ് റൈസ് ചെയ്യുകയാണ്, അതായത് ഉയരുകയാണെങ്കിൽ അത് ഫെയർ വെതർ, നല്ല പ്രസന്നമായിട്ടുള്ള കാലാവസ്ഥ, നല്ല കാലാവസ്ഥയുടെ ലക്ഷണമാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും? ബാരോമീറ്റർ റീഡിങ് ഉയർന്നിരിക്കും, അതായത് അന്തരീക്ഷ മർദ്ദം കൂടിയിരിക്കും. സ്ലോ ഫാൾ ഇൻ റീഡിങ് ഇൻഡിക്കേറ്റ്സ് റെയിൻ. പെട്ടെന്നുള്ള താഴ്ചയാണ് നമ്മൾ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞത്. ഇനി പതുക്കെയാണ് റീഡിങ് താഴുന്നതെങ്കിൽ അത് എന്താണ്? മഴയുടെ ലക്ഷണമാണ്, മഴ വരുന്നതിൻ്റെ ലക്ഷണമാണ്. ഇതൊക്കെ ചോദ്യങ്ങൾ പലതവണ PSC ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്തു വയ്ക്കുക. അടുത്തത്, ഇഫ് ദ സ്പീഡ് ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഡബിൾഡ് ദെൻ ഡാഷ്. ഒരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ വേഗത, അതായത് വെലോസിറ്റി 2 മടങ്ങായി, സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി 2 മടങ്ങായിട്ട് വർദ്ധിച്ചു എങ്കിൽ ബാക്കി വരുന്ന കാര്യമാണ് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇറ്റ്സ് ആക്സിലറേഷൻ വിൽ ബിക്കം 2 times, ഇറ്റ്സ് വെയിറ്റ് വിൽ ബി ഡബിൾഡ്, ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ബി ഡബിൾഡ്, ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ബിക്കം 4 times. ഇതിലേതാണ് ശരിയായിട്ട് വരുന്നതെന്നും നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരുന്നത്. ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ബിക്കംസ് 4 times. അതായത് ഒരു വസ്തു, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ വേഗത 2 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ കൈനറ്റിക് എനർജി 4 മടങ്ങാവുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കൈനറ്റിക് എനർജി ഈക്വൽ ടു 1/2 mv². ഇവിടെ ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന ഊർജ്ജമാണ്, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനുണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി. നമ്മൾ മലയാളത്തിൽ അതിനെ ഗതികോർജം എന്ന് പറയുന്നു. ഇവിടെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വസ്തുവിൻ്റെ മാസിനും വെലോസിറ്റിയുമാണ്. അപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസ് ഇരട്ടിച്ചാൽ
അതിൻ്റെ ഗതികോർജ്ജം ഇരട്ടിക്കുന്നു. പക്ഷേ വെലോസിറ്റി ഇരട്ടിച്ചാൽ, ഇവിടെ സ്ക്വയർ ആണെന്നുള്ളത് ശ്രദ്ധിക്കുക, വെലോസിറ്റി ഇരട്ടിച്ചാൽ അപ്പോൾ മൊത്തത്തിൽ അത് സ്ക്വയർ ആകുമ്പോൾ 4 മടങ്ങായിട്ട് വർദ്ധിക്കും. 2v, മാത്തമാറ്റിക്സിൽ ജസ്റ്റ് ഒന്ന് നോക്കുക, ഇക്വേഷൻ 2v ഹോൾ സ്ക്വയർ വരുമ്പോൾ 4v സ്ക്വയർ ആണ് വരുന്നത്. അതായത് 4 മടങ്ങ്, മുൻപുണ്ടായിരുന്ന കൈനറ്റിക് എനർജിയുടെ 4 മടങ്ങ് കൈനറ്റിക് എനർജി ആകും അതിൻ്റെ വേഗത ഇരട്ടിച്ചാൽ. ഇത് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. 1/2 mv സ്ക്വയർ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്. അപ്പോൾ അതിൽ വെലോസിറ്റി ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ മൊത്തം കൈനറ്റിക് എനർജി 4 ടൈംസ് ആവും, അതായത് 4 മടങ്ങാവും. അടുത്ത ചോദ്യം, റേഡിയോ വേവ്സ് ഹാവ് ഓപ്ഷൻസ് ഷോർട്ട് വേവ് ലെങ്ത്, ഹൈ ഫ്രീക്വൻസി, ഷോർട്ട് വേവ് ലെങ്ത് ആൻഡ് ഹൈ ഫ്രീക്വൻസി, ലോങ് വേവ് ലെങ്ത് ആൻഡ് ലോ ഫ്രീക്വൻസി. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലോങ് വേവ് ലെങ്ത് ആൻഡ് ലോ ഫ്രീക്വൻസി. റേഡിയോ വേവ്സിൻ്റെ പ്രത്യേകത, ഏറ്റവും നീളം കൂടിയ വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ. ഇവിടെ ഒരു ചിത്രീകരണം ശ്രദ്ധിക്കുക. ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ റേസിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ക്രമീകരിച്ചിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം, തരംഗത്തിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതാണ് ഒരു തരംഗമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് തരംഗദൈർഘ്യം, ഒരു തരംഗം ഇതാണ്. അപ്പോൾ എത്രയാണ് തരംഗദൈർഘ്യം? ഇത് റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ളത് റേഡിയോ തരംഗങ്ങൾക്കാണ്. ഏറ്റവും കുറവുള്ളത് ചോദിച്ചാൽ അത് ഗാമ റേസിനാണ്, ഗാമ തരംഗങ്ങൾക്കാണ് അത് ഏറ്റവും കുറവ്. ഇവിടെ ഈ തരംഗത്തിൻ്റെ ചിത്രീകരണം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. തരംഗദൈർഘ്യം കുറയുമ്പോൾ തരംഗങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു. അപ്പോൾ ഒരു കാര്യം ഓർത്തു വയ്ക്കുക, ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 സെക്കൻഡിൽ കടന്നു പോകുന്ന തരംഗങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ നമ്മൾ ലോജിക്കായിട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, തരംഗദൈർഘ്യം കൂടിയ റേഡിയോ തരംഗങ്ങൾ 1 സെക്കൻഡിൽ വളരെ കുറച്ച് മാത്രമേ കടന്നു പോവുകയുള്ളൂ. അപ്പോൾ ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി ആയിരിക്കും, ഏറ്റവും കുറവ് ഫ്രീക്വൻസി ആയിരിക്കും. ഗാമ തരംഗങ്ങളാണെങ്കിൽ ഷോർട്ട് വേവ് ലെങ്ത്തും ഹൈ ഫ്രീക്വൻസി ആയിരിക്കും, ഹൈ ഫ്രീക്വൻസി. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ വിബ്ജിയോറിൻ്റെ കാര്യത്തിൽ, അതായത് പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ കാര്യത്തിൽ പറയുന്നത്. റെഡിനായിരിക്കും ഇവിടെ റേഡിയോ വേവ്സിൻ്റെ പോലെ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയത്, വയലറ്റിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കുറവ്. അപ്പോൾ ഈ റെഡിൻ്റെ ആ കാര്യം റേഡിയോ തരംഗങ്ങളിലും അക്ഷരം 6 തന്നെയാണ്. അതങ്ങനെ ഒന്ന് ലോജിക്കായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ചോദ്യം വരാറുണ്ട്, ഒരു പരീക്ഷയ്ക്ക് ഗാമ തരംഗങ്ങളെ കുറിച്ചുള്ള ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചതാണ്, PSC പരീക്ഷയിൽ തന്നെ ചോദിച്ചതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഗാമ തരംഗങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ സിയിൽ കൊടുത്തിട്ടുള്ള ഷോർട്ട് വേവ് ലെങ്ത് ആൻഡ് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. റേഡിയോ തരംഗങ്ങൾക്ക് ലോങ് വേവ് ലെങ്ത് ആൻഡ് ലോ ഫ്രീക്വൻസി ആയിരിക്കും. ഈ ഒരു ചിത്രീകരണം മനസ്സിലൊന്ന് പതിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്കതിൻ്റെ ലോജിക്കും കാര്യങ്ങളും മനസ്സിലാകും. അങ്ങനെ പഠിച്ച് വയ്ക്കുന്നതാണ് ഓർത്ത് വയ്ക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്, PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ എർത്ത്സ് സർഫസ് ഈസ്. ഉത്തരം ഓപ്ഷൻ സി 11.2 km/s. അനിമോമീറ്റർ മെഷേഴ്സ് ഡാഷ്. ഉത്തരം സ്പീഡ് ഓഫ് വിൻഡ്. എ സഡൻ ഫോൾ ഇൻ ദ ബാരോമീറ്റർ റീഡിംഗ് ഇൻഡിക്കേറ്റ്സ്. ശരി ഉത്തരം സ്റ്റോം. If the speed of a moving object is doubled, then its kinetic energy will become 4 times. Radio waves have long wavelength and low frequency. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് PSC 360യുടെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള അൺ അക്കാദമിയിൽ ആണ് കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിലെ സുധീഷ് രാഘവൻ എന്ന പ്രൊഫൈൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ കോഴ്സുകളും റേറ്റ് ചെയ്യാനും റിവ്യൂ ചെയ്യാനും മറക്കരുത്.
PSC 360യുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ നൽകിയിട്ടുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ജോയിൻ എന്ന് മെസ്സേജ് അയച്ച് അംഗമാകാവുന്നതാണ്. അതുപോലെ ടെലിഗ്രാമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ടെലിഗ്രാം ചാനലുണ്ട്. അതുപോലെ ഫേസ്ബുക്ക് പേജിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാ കൂട്ടുകാരുടെയും വിലപ്പെട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.